ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂലിം അക്കാഡമി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പെറിക്കൽ ലെൻസസിന്റെ ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കിയല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ ഇമേജ് ഫോർമേഷന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത് എന്നിവ നമുക്ക് ലെൻസ് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ സൈൻ കൺവെൻഷൻ, മാഗ്നിഫിക്കേഷൻ ആൻഡ് പവർ ഓഫ് ദ ലെൻസ് എന്നിവയും നമുക്ക് പഠിക്കാം. ഈ ക്ലാസ് ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കുന്നത് ലെൻസ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോർ ലെൻസ് ഫോർമുല ആൻഡ് പവർ ഓഫ് എ ലെൻസ്. ഈ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ലെൻസ് ഫോർമുല എന്താണ്? ലെൻസ് ഫോർമുല 1/f ഈക്വൽ 1/v മൈനസ് 1/u. ഇതിന്റെ ടേംസ് എന്തൊക്കെയാണ്? എഫ് എന്താണ്? എഫ് ഈസ് ഫോക്കൽ ലെങ്ത്. വി എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്. യു എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ലെൻസ് ഫോർമുല പോലെ തന്നെ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു മിറർ ഫോർമുല അല്ലേ. അതെന്താണ്? 1/f ഈക്വൽ 1/v പ്ലസ് 1/u. ഇവിടെ സൈൻ പോസിറ്റീവ് ആണ്, ഇവിടെ സൈൻ നെഗറ്റീവ് ആണ്. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇതാണ് ലെൻസ് ഫോർമുല. നമുക്ക് ഈ ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടെത്താം, ഇമേജ് ഡിസ്റ്റൻസ് കണ്ടെത്താം, അതുപോലെ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് കണ്ടെത്താം. നമ്മൾ ഇത്ര നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നോക്കിയത് റേ ഡയഗ്രാം ഉപയോഗിച്ച് ഇമേജിൻ്റെ ഫോർമേഷൻ ആയിരുന്നു. ഇനി നമുക്ക് ലെൻസ് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താമെന്ന് നോക്കാം. അടുത്തത് നമുക്ക് മാഗ്നിഫിക്കേഷൻ എം എന്താ നോക്കാം. എന്താണ് മാഗ്നിഫിക്കേഷൻ? ഇമേജ് ഒബ്ജക്റ്റിനെക്കാളും എത്ര വലുതായോ ചെറുതായോ എന്ന് നോക്കുന്ന നമ്പറാണ് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതാം? എം ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. സോ എം ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എച്ച് I, height of the image by HO. ഇതിനെ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്ട് ഡിസ്റ്റൻസും വെച്ച് എഴുതാം. എം ഈസ് ഈക്വൽ ടു പ്ലസ് വി ബൈ യു. ഇതിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്ന് പറയാം. ഇനി നമുക്ക് കിട്ടുന്ന വാല്യൂ, എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലോ നമുക്ക് വെർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറയാം. മിററിന്റെ കേസിൽ എം എങ്ങനെയായിരുന്നു? എം ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. ഇത് രണ്ടും മാറിപ്പോകരുത്. ലെൻസസിൽ നമുക്ക് എന്താണ്? എം ഈസ് ഈക്വൽ ടു പ്ലസ് വി ബൈ യു ആണ്. നമുക്ക് ഇനി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിലൂടെ യു, വി, എഫ് എന്നിവയുടെ സൈൻ എങ്ങനെയാണോ വരികയെന്ന് നോക്കാം. അതിനായി നമുക്കൊരു ആദ്യം ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാം. നമ്മൾ ആദ്യം എടുക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഗ്രാഫ് വരയ്ക്കാം നമുക്ക്. ഇത് പ്ലസ് വൈ, ഇത് പ്ലസ് എക്സ്, ഇത് മൈനസ് വൈ മൈനസ് എക്സ് അല്ലേ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ യു എന്താ നോക്കാം. യുവിൻ്റെ സൈൻ എങ്ങനെയാണ് വരിക നോക്കാം. ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് യു. ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ ഒ. ഇത് ഒപ്റ്റിക്കൽ സെൻറ്റർ ഒ. ഒപ്റ്റിക്കൽ സെൻറ്ററിന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് യു എന്ന് പറയാം. നമ്മുടെ ലൈറ്റ് റേസ് എപ്പോഴും എന്തായിട്ട് അസ്യൂം ചെയ്യണം? ലെഫ്റ്റ് എന്നാണ് വരുന്നത് അസ്യൂം ചെയ്യണം. അപ്പോൾ നമ്മുടെ യുൻ്റെ ആരോ ഇങ്ങനെയാണ്. അപ്പോൾ ലെഫ്റ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ഏത് ആക്സിസിലായിരിക്കുന്നത്? നെഗറ്റീവ് എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് ആണെന്ന് പറയാം. യു
ഓൾവേസ് നെഗറ്റീവ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വി നോക്കാം അല്ലേ. വി ഇപ്പൊ ഇതിലെവിടെയാണ്? വി ഇവിടെയാണ്. അപ്പം ഒപ്റ്റിക്കൽ സെന്ററിന്ന് വി ഇമേജിലേക്കുള്ള ദൂരമാണ് എന്ത്? വി അല്ലേ. അപ്പം ഇതിപ്പോ എന്താ ഇമേജാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ? റിയൽ അല്ലേ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ലേ. ഓക്കെ, ആ കേസിൽ വി എന്താ? വി പോസിറ്റീവ് ആണ്. വി പോസിറ്റീവ് ആണ് ഈ കേസിൽ വരുന്നത്. ഈ കേസിൽ വി നമുക്ക് ഒരു കേസിൽ എവിടെയാണ് വരുന്നത്? ഇവിടെയാണല്ലേ. ലാസ്റ്റ് 6 കേസിൽ ഇവിടെയാണോ വരുന്നത്? അങ്ങനെ ഇവിടെ അല്ലേ വരുന്നത് വി. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ വി എന്തായിരിക്കും? വി നെഗറ്റീവ് ആയിരിക്കും. വി നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ വി ആവുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വി ഇമേജ് ഡിസ്റ്റൻസ് ഇവിടെ നിന്നല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വി നെഗറ്റീവ് ആയിരിക്കും. വി നെഗറ്റീവ് ആകുമ്പോൾ ആ കേസ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് യു കിട്ടി, വി കിട്ടി. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? എഫ് അല്ലേ. എഫ് എവിടെയാണ്? ഈ ഭാഗത്താണ് എഫ് ഉള്ളത് അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കൽ ലെങ്ത് അല്ലേ. എവിടെ നിന്നുള്ള ദൂരം? ഒപ്റ്റിക്കൽ സെന്ററിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരമാണ് എന്ത്? എഫ്. അപ്പം ഫോക്കൽ ലെങ്ത് എന്തായിരുന്നു? പ്ലസ് എക്സിലാണ് അല്ലേ. അപ്പം നമുക്ക് എന്താ പറയാം? പോസിറ്റീവ് എന്ന് പറയാം. യു കിട്ടി, വി കിട്ടി, എഫ്. ഇതിന് മൂന്നിൻ്റെ സൈൻ മനസ്സിലായില്ലേ? കോൺവെക്സ് ലെൻസ്. ഇതിൽ എഫ് എന്താണ്? എഫ് പോസിറ്റീവ് ആണ്. യു ഓൾവേസ് നെഗറ്റീവ് അല്ലേ. സൈനാണ് കേട്ടോ പറയുന്നത്. ഇമേജ് ഡിസ്റ്റൻസിന്റെ വി എന്താ? വി എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് എപ്പോഴാണ് ആവുന്നത്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആവുമ്പോൾ. നെഗറ്റീവ് എപ്പോഴാവുന്നത്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആവുമ്പോൾ. നമ്മൾ ലെൻസ് ഫോർമുല പഠിച്ചു. ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സൈൻ കൺവെൻഷൻ ആവശ്യമുണ്ട്. അതിനായി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നോക്കി. യു നെഗറ്റീവ് ആയിരിക്കും, വി പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് കേസ് ഉണ്ട്, എഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. എവിടെ നിന്നാണ്? ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന്. വി ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. എഫ് എന്താണ്? ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരം. ഒരു കോൺകേവ് ലെൻസിന്റെ സൈൻ കൺവെൻഷൻ നോക്കാം. അതിനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് എക്സ് പ്ലസ് എക്സ്, ഇത് മൈനസ് എക്സ്, ഇത് പ്ലസ് വൈ, ഇത് മൈനസ് വൈ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒപ്റ്റിക്കൽ സെൻറ്റർ അല്ലേ, ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓ. ഓക്കെ, ഇനി നമുക്ക് ഒബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം, യുല്ലേ, ഇതാണ് യു. ഇനി ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഏതാ? ഇതത് വി അല്ലേ, ഇമേജ് ഡിസ്റ്റൻസ് വി. ഇനി നോക്കുക, ഇതാണ് ഫോക്കസ്, ഇതാണ് ഫോക്കസ്. അപ്പോൾ അത് ഇതിനെ നമുക്ക് എഫ് എന്ന് മാർക്ക് ചെയ്യാം. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ സൈൻ നോക്കാം അല്ലേ. യു, യു എന്താണ്? ഇത് മൈനസ് സൈഡിലല്ല, അപ്പോൾ നെഗറ്റീവ്. അപ്പം യു ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി വി നോക്കൂ, ഇതിലാകെ രണ്ട് കേസേ ഉള്ളൂ, വി നെഗറ്റീവ് ആണ്. നമ്മുടെ കോൺകേവ് ലെൻസസ് രണ്ട് കേസിലും വി എന്താണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണല്ലേ. അപ്പോൾ വി നെഗറ്റീവ് ആണ്. ഇനി എഫ് നോക്കൂ, എഫ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡ് ആണല്ലേ, ഈ മൈനസ് എക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഫ് എന്ന് പറയാം, നെഗറ്റീവ് എന്ന് പറയാം. യു നെഗറ്റീവ് ആണ്, വി നെഗറ്റീവ് ആണ്, എഫ് നെഗറ്റീവ് ആണ്. നമുക്ക് നോക്കാനുള്ളത് ഹൈറ്റ് അല്ലേ, ഹൈറ്റ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നോക്കൂ. ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത്? ഇത് ഇവിടെയാണ് അല്ലേ. ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടാണ്? പ്ലസ് വൈയിലേക്കാണ് അല്ലേ. എന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഹൈറ്റ് എന്താണ്? ഹൈറ്റ് h0 അല്ലേ, അതെപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. ഇവിടുത്തെ കേസിൽ എച്ച് ഐ, ഇമേജ് ഹൈറ്റ് എച്ച് ഐ, ഇതാണ് ഇമേജ് ഹൈറ്റ് എച്ച് ഐ. ഇതെപ്പോഴും എങ്ങനെയാണ്? ഇതും പോസിറ്റീവ് ആണ് അല്ലേ, പോസിറ്റീവ് ആണ്. നേരെ മറിച്ച് റിയൽ കേസിലാണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും, ഇവിടെ വരും. അപ്പോൾ നോക്കിയേ, എച്ച് ഐ എപ്പോഴും മൈനസ് ആയിരിക്കും.
ലെൻസ് ഫോർമുല നോക്കിയില്ലേ, 1/f=1/v-1/u. ഓക്കെ, ഇതിൽ എഫ് വി യു ഇവരുടെ സൈൻ കൺവെൻഷൻ നമ്മളെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഫോക്കൽ ലെങ്ത്തിന് രണ്ട് ഇതുണ്ട്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, അത് കോൺകേവ് ലെൻസിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇമേജ് ഡിസ്റ്റൻസ് വി എങ്ങനെയായിരുന്നു, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരുന്നു, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജിന് അത് നെഗറ്റീവ് ആയിരുന്നു അല്ലേ. ഇനി നമുക്ക് ഇമേജ് ഹൈറ്റ് നോക്കി. ഇമേജ് ഹൈറ്റ് പോസിറ്റീവ് ആണ് ഇപ്പോൾ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെങ്കിൽ, ഇമേജ് ഹൈറ്റ് നെഗറ്റീവ് ആയിരുന്നു ഇപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള കേസുകളിൽ. പിന്നെ ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് ആയിരുന്നു അല്ലേ, ഓൾവേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈൻ കൺവെൻഷനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അല്ലേ, പ്ലേസ് ഇവിടെ നിന്നാണ് വരുന്നത്, ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇങ്ങനെയുള്ള കേസിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ യു എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എവിടെ, ഈ ഡിസ്റ്റൻസ് യു അല്ലേ, ഇതെപ്പോഴും നെഗറ്റീവ് തന്നെ ആയിരിക്കും. കാരണം ലൈറ്റ് റേസ് ലെഫ്റ്റിൽ നിന്നാണ് വരുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇങ്ങനെ പറയാം, ഇത് ലെഫ്റ്റ്, ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് മൈനസ് എക്സ്, അങ്ങനെയല്ല. ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ലെഫ്റ്റിൽ നിന്ന് തന്നെ വരുന്നത്, ഇത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്താണ്. നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പുറത്തേക്ക് നമ്മൾ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ചെയ്താണ്. അപ്പോൾ യു ഇവിടെ തന്നെയാണ്, യു നെഗറ്റീവ് തന്നെയാണ് ഇവിടെയാണെങ്കിലും അത് ഇപ്പുറത്താണെങ്കിലും. നോക്കിയ ഗ്രാഫ് ഇത് പ്ലസ് എക്സ് മൈനസ് എക്സ് ആയി. അപ്പോൾ ഇത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് എങ്ങനെയാവും, ഇവിടെ പ്ലസ് എക്സ് ആവും, ഇവിടെ മൈനസ് എക്സ് ആവും, അത്രയും വിചാരിച്ചാൽ മതി. അപ്പോൾ യു ഓൾവേസ് നെഗറ്റീവ്. ഇനി നമുക്ക് പവർ ഓഫ് ലെൻസ് എന്താണെന്ന് നോക്കാം. ഒരു ലെൻസിന്, ഒരു ലൈറ്റ് റേസിനെ എത്രത്തോളം കൺവേർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു മെഷറാണ് പവർ. മാത്തമെറ്റിക്കലി നമുക്ക് പവറിനെ P=1/f എന്ന് പറയും, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. എപ്പോഴും നമ്മൾ ഫോക്കൽ ലെങ്ത് മീറ്ററിലാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ സെൻറ്റിമീറ്ററിൽ തന്നാൽ അത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത് മീറ്ററിലേക്ക് ആക്കണം. ഓക്കെ, പവറിൻ്റെ SI യൂണിറ്റ് എന്താണ്, ഡയോപ്റ്റർ, ഡി ക്യാപിറ്റൽ ഡി ആണ്. ഓക്കെ, നമുക്കപ്പോൾ 1 ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ, ഡയോപ്റ്ററിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിൻ്റെ പവറിനെയാണ് എന്ത് പറയാം, ഡയോപ്റ്റർ എന്ന് പറയാം. ഓക്കെ, = 1 മീറ്റർ - 1. ക്ലിയർ അല്ലേ. ഇനി പവറിൻ്റെ സൈൻസ് എങ്ങനെ വരും, കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പവർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് +d ആയിരിക്കും. ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിൽ എന്തായിരിക്കും, -d ആയിരിക്കും. നമ്മൾ നോക്കിയതാണല്ലേ, കോൺവെക്സ് ലെൻസിലെ എഫ് എന്താ, എഫ് പോസിറ്റീവ് ആണല്ലേ. ഇനി കോൺകേവ് ലെൻസിലെ എഫ് എന്താ, നെഗറ്റീവ് ആണ്. അതുതന്നെയാണ് അപ്പോൾ ഡയോപ്റ്റർ വരുമ്പോൾ പ്ലസും മൈനസും വരുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ലെൻസ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലെൻസ് ഉണ്ടെങ്കിൽ അത് +2d ആണെങ്കിൽ അതൊരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും, അതിൻ്റെ പവർ +2 ആണെങ്കിൽ. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് -1.5d ലെൻസ് ആണുള്ളതെങ്കിൽ നമുക്കത് പറയുന്നത് കോൺകേവ് ലെൻസാണ്. ഇതാണ് ഇതിൻ്റെ പവർ. അപ്പോൾ P=1/f. ക്ലിയർ ആയില്ലേ. കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്താണെന്ന് നോക്കാം. ചില ഇൻസ്ട്രുമെൻറ്റ്സ്, മൈക്രോസ്കോപ്പ് ആവട്ടെ, ടെലസ്കോപ്പ് ആവട്ടെ, അതിൽ ഒന്നിൽ കൂടുതൽ ലെൻസസ് അവർ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പവർ കാണാൻ ടോട്ടൽ പവർ എന്ന് പറയുന്നത് P1 + P2 + P3. ഓക്കെ, ഇനി ടോട്ടൽ ഫോക്കൽ ലെങ്ത് കാണാനായിട്ട് 1/F = 1/f1 f2 f3 ലൈക്ക് ഇങ്ങനെയാണ്. ഇനി അതിൻ്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കാണാനോ M=m1 × m2 × m3. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. ഈ ലെൻസിന് മുന്നിൽ 30 സെൻറ്റിമീറ്റർ ദൂരത്തിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കപ്പോൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇമേജ് ഡിസ്റ്റൻസ് വി, മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് ദ ലെൻസ് എന്നിവ കണ്ടുപിടിക്കും. നമ്മളപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് അല്ലേ, കോൺവെക്സ് ലെൻസ് വരച്ചു, പിന്നെ ഗ്രാഫ് അടയാളപ്പെടുത്തി. നമുക്കപ്പം
ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എവിടെയാണ് 30 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ എവിടെ ഈ സൈഡിലായിരിക്കും -x അല്ലേ, ലെഫ്റ്റ് എന്നല്ലേ വരുന്നത് റേ. അപ്പോൾ യു അപ്പോൾ നമുക്ക് എത്രയാണ് 30 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യു എത്ര എഴുതാം, യു ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് മൈനസാണ്. ഇനി ഫോക്കൽ ലെങ്ത് എന്താണ് 20 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിരിക്കും അല്ലേ, +x-ലായിരിക്കും. അപ്പോൾ എഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കോൺവെക്സിൽ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, വി കണ്ടുപിടിക്കാം. വി ഈസ് ഈക്വൽ ടു ഡാഷ്. ഓക്കെ, അപ്പോൾ വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u, ലെൻസ് ഫോർമുല അല്ലേ. അപ്പോൾ നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം, ലെൻസ് ഫോർമുല എടുക്കാം. 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. അപ്പോൾ നമുക്ക് 1/f എത്ര 20 അല്ലേ, 1/v അറിയില്ല, 1/u -30. അപ്പോൾ നമുക്കിതിൻ്റെ LCM എത്ര കിട്ടും, LCM 30 20 അല്ലേ, 60 ആണ് LCM കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1/v കണ്ടുപിടിക്കുമ്പോൾ 1/e ഈക്വൽ ടു 1/v ഈക്വൽ ടു 1/60 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ v എത്രയാണ് +60 എന്ന് കിട്ടും, v +60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ v കിട്ടി 60 സെൻറ്റിമീറ്റർ. v എന്ന് പറയുന്നത് നമുക്ക് v എന്ന് പറയുന്നത് +60 ആണല്ലേ കിട്ടിയത്, +60 എന്ന് വെച്ചാൽ അത് എന്താണ്, ഇമേജ് റിയൽ ആണെന്ന് മനസ്സിലായല്ലേ. ഓക്കെ അല്ലേ, റിയൽ ആണ്. അപ്പോൾ ഇമേജ് നമുക്കിനി ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടെത്താം. m ഈസ് ഈക്വൽ ടു v/u അല്ലേ. v എത്രയാണ് 60, u എന്നാണ് -30. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, -2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവേർട്ടഡ് അല്ലേ, ഇൻവേർട്ടഡ്. 2 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് m ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻലാർജ് ചെയ്തു, ഇമേജ് എന്ത് ചെയ്തു, എൻലാർജ് ചെയ്തു. ഓക്കെ, അപ്പോൾ 2 ടൈംസ് എൻലാർജ് ചെയ്തു നമുക്ക് ഇമേജ് എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. പവർ ഓഫ് ദ ലെൻസ് അല്ലേ. ഓക്കെ, പവർ ഓഫ് ദ ലെൻസ് P ഈസ് ഈക്വൽ ടു 1/f അല്ലേ. പവറിൻ്റെ SI യൂണിറ്റ് എന്താ പറഞ്ഞാൽ ഡയോപ്റ്റർ അല്ലേ, ഡയോപ്റ്റർ. അപ്പോൾ നമുക്ക് 1/f, നമുക്ക് എഫ് എത്രയാണ് ഇവിടെ, എഫ് 20 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ 0.2 മീറ്റർ, 20 / 100 ചെയ്തു. ഓക്കെ, അപ്പോൾ 0.2 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്കിനി ഇത് P ഈസ് ഈക്വൽ ടു 1/0.2 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ, +5D എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പായിട്ട് ഈ പ്രോബ്ലം ക്ലിയർ ചെയ്തത്. നമ്മൾ ആദ്യം വി കണ്ടുപിടിച്ചു, പിന്നെ എന്ത് ചെയ്തു, എം കണ്ടുപിടിച്ചു, പിന്നെ പി കണ്ടുപിടിച്ചു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നൽകാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.